യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവാരാധന നടത്തേണ്ടത് ജെറുസലേം ദേവാലയത്തിലാണോ മലയുടെ മുകളിലാണോ എന്ന സമരയക്കാരി സ്ത്രീയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇന്നത്തെ വചനം ഈശോ പറയുക. സ്ഥലമല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് ആന്തരിക മനോഭാവമാണ് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകൾ അടച്ച് ഹൃദയമാകുന്ന മുറിയിൽ കയറി രഹസ്യമായി പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. അത് ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയാണ്, ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്ന പ്രാർത്ഥന. അവിടെ ആത്മാവിലും സത്യത്തിലുമാണ് പ്രാർത്ഥന നടക്കുന്നത്. നമുക്ക് വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ അറിയാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സത്യത്തിൽ, അതായത് സത്യമാകുന്ന ഈശോയെ ആരാധിച്ച് നമ്മൾ ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരണം. അതാണ് യഥാർത്ഥ ആരാധന. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയാണ് പിതാവേ ദൈവം അന്വേഷിക്കുന്നതെന്നും ഇന്നത്തെ വചനം പറയുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഏലിയ പ്രവാചകൻ സൈന്യങ്ങളുടെ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എരിഞ്ഞത്. ഇതുപോലെയുള്ളൊരു പ്രാർത്ഥന നടത്തിയപ്പോഴാണ് മാതാവിന് മംഗളവാർത്ത ലഭിക്കുന്നത്. ശുശ്രൂഷകളിലേക്ക് പോയി തങ്ങളുടെ പ്രാർത്ഥനയുടെ സമയം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാരെ, ഡീക്കന്മാരെ നിയമിച്ചിട്ട് അവർ പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങിയത് ഇങ്ങനെ ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.